ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോയാബീൻ കറി, സോയാബീൻ വിത്ത് വെജിറ്റബിൾസ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും നല്ല ഒരു കോംബോ ആയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഫസ്റ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ്, ടൊമാറ്റോ, ഓണിയൻ, പിന്നെ ഗ്രീൻ ചില്ലി, ഗാർലിക് എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി, ഓണിയൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പൊട്ടാറ്റോയും അത്യാവശ്യം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഫസ്റ്റ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം വഴറ്റുക. ശകലം ഉപ്പ് പൊടിയിട്ട് കൊടുത്ത് വഴറ്റുക. അപ്പോൾ വേഗം വഴണ്ട് കിട്ടും. ഉള്ളി വഴണ്ടതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇടുക. അങ്ങനെ വലിയ ഉള്ളിയും വെളുത്തുള്ളിയും വഴണ്ട് വന്നതിന് ശേഷം വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ പച്ചമുളക്, തക്കാളി അരിഞ്ഞത് എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കുക. ഇപ്പം ഏകദേശം എല്ലാം ഒരു പാകത്തിന് വഴണ്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ എന്നിവ ഇട്ടിട്ട് സിമ്മിലാക്കി ചെറു തീയിൽ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. അപ്പോൾ കറീൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ. അതിനുശേഷം നമ്മൾ പൊട്ടാറ്റോ അരിഞ്ഞതും ചേർത്ത് ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ക്യാരറ്റും ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വീണ്ടും ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ശകലം ഉപ്പ് കൂടിയിട്ട് പാകത്തിന് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കട്ടെ. ഉപ്പ് മസാലകളും ശേഷം നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ പൊട്ടാറ്റോവും ക്യാരറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചെറുതീയിൽ. പിന്നീട് നമ്മൾ സോയാബീൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു, ചൂടുവെള്ളത്തിൽ. അതെടുത്ത് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ്സ് നല്ല തീയിൽ കുക്ക് ചെയ്യുക. എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു സൈഡിൽ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം ആൻഡ് ദിസ് കറി, സോയാബീൻ വെജിറ്റബിൾ കറി.
അങ്ങനെ കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ്, 1/4 മുറി തേങ്ങ, ഒരു തേങ്ങൻ്റെ ഹാഫിൻ്റെ 1/4 ഭാഗം, ഒരു തേങ്ങൻ്റെ 1/4 ഭാഗം തേങ്ങാപ്പാലായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറി നമുക്ക് അപ്പം കൈ കൊണ്ട് തന്നെ എടുക്കാനുള്ളൊരു പാകത്തിലായിട്ടുണ്ട്. ഒരു ഭാഗത്ത് കറിയും സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറീൻ്റെ ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നമ്മളെ കറി നല്ല അടിപൊളി സൂപ്പർ സോയാബീൻ കറി വിത്ത് വെജിറ്റബിൾസ് ആർ റെഡി. ഏതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിനും മാച്ചിങ് ആണ് ഈ കറി. Very tasty curry. All of you try.